നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രമെഴുതി ഇന്ത്യൻ വംശജനും ഡെമോക്രാറ്റുമായ സോറൻ മംതാനി ന്യൂയോർക്ക് മേയർ ആയിരുന്നു. വാശിയേറിയ പോരാട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കുമുവിനെ പരാജയപ്പെടുത്തിയായിരുന്നു 33-കാരനായ മംതാനിയുടെ ജയം. ഇപ്പോൾ ഇതാ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംതാനിക്ക് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പ്രചോദനമായി എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി എന്നാണ് ന്യൂയോർക്കിന്റെ മേയറായി വരിക എന്ന് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ മംതാനി ട്വിറ്ററിൽ കുറിച്ചിരുന്നു. അന്നു മുതൽ അദ്ദേഹം ന്യൂയോർക്ക് മേയർ ആകാനുള്ള ശ്രമം തുടങ്ങിയെന്നും MV ഗോവിന്ദൻ പറയുകയുണ്ടായി. ഒരു ഇടതുപക്ഷധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ടെന്നും JNU സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് വിജയമെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി എന്നാണ് ന്യൂയോർക്കിന്റെ മേയറായി വരിക എന്ന് മംതാനി ട്വിറ്ററിൽ പങ്കുവച്ചത് തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലായിരുന്നു. ആവേശകരമായ ഒരു പശ്ചാത്തലമാണ് അതുണ്ടാക്കിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതി. ഒരു ചെറുപ്പക്കാരി തിരുവനന്തപുരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അഭിവാദ്യം ചെയ്തു. ഇനി എന്നാണ് ഇങ്ങനെ ഒരാൾ ന്യൂയോർക്കിന്റെ മേയർ ആവുക എന്നായിരുന്നു അദ്ദേഹം അന്ന് കുറിച്ചത്. ആര്യ രാജേന്ദ്രൻ എന്ന അന്നത്തെ 21-കാരിയെ ശ്ലാഘിച്ചുകൊണ്ട് ആവേശകരമായ ചിത്രം തനിക്ക് തന്നെ സൃഷ്ടിക്കാനാകുമെന്ന ശ്രമം ആരംഭിച്ചുവെന്ന് വേണം ട്വിറ്ററിലെ മംതാനിയുടെ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ. ഒരു ഇടതുപക്ഷധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ടെന്നും ട്രംപിനെ പോലുള്ളവർ എന്തെല്ലാം ശ്രമം നടത്തിയാലും ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സോഷ്യലിസത്തിന്റെയും അതിന്റെ ആശയങ്ങളുടെ പ്രസക്തി കൂടി വരുന്നുവെന്നും മനസ്സിലാക്കാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. JNUവിൽ ഇടതുപക്ഷം തൂത്തുവാരി. തീവ്ര വലതുപക്ഷത്തിനെതിരെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യ ലോകത്ത് ഉയർന്നു വരുന്നതിന്റെ ഉദാഹരണമാണിതെല്ലാം. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ഈ പ്രവണത കൂടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംതാനിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ. കേരളത്തിലെ ജനകീയ ആസൂത്രണ മാതൃക നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആര്യ മംതാനിയെ ക്ഷണിച്ചത്. സൊഹ്റാൻ മംതാനിയെ അഭിനന്ദിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിലാണ് ഈ ക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളുടെ പ്രസക്തിയുടെയും അവ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനമാകുന്നതിന്റെ ശക്തമായ തെളിവാണ് സൊഹ്റാന്റെ വിജയമെന്ന് ആര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം: ന്യൂയോർക്ക് നഗരത്തിന്റെ 111ാമത് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംതാനിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നീതി, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളുടെ പ്രസക്തിയുടെയും അവ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനമാകുന്നതിന്റെയും ശക്തമായ തെളിവാണ് താങ്കളുടെ ഈ വിജയം. നാം വസിക്കുന്ന ഭൂമിയോടും നമുക്ക് ചുറ്റുമുള്ളവരോടും കരുതലുള്ള മനുഷ്യർ, അവ കേരളത്തിലാവട്ടെ ന്യൂയോർക്കിലാകട്ടെ, ജനങ്ങളെ മുൻനിർത്തിയുള്ള ഭരണം തിരഞ്ഞെടുക്കുന്നതിന്റെ നേർചിത്രം കൂടിയാണിത്. ഞങ്ങളുടെ തിരുവനന്തപുരം സന്ദർശിക്കാനും കേരളത്തിന്റെ സ്വന്തം ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാനും ഞങ്ങൾ താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനങ്ങൾ, ഐക്യദാർഢ്യമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ നടന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിമർശനം. ഏറ്റവും പാവപ്പെട്ട പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള കേന്ദ്ര ഫണ്ട് പോലും വേറെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി തട്ടിപ്പ് നടത്തിയെന്നും K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കോടികളുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊള്ള നടത്തി മാസങ്ങളോളം ജനങ്ങളെ നഗരസഭയും മേയറും ബുദ്ധിമുട്ടിച്ചുവെന്നും K സുരേന്ദ്രന്റെ വിമർശനം. ആധുനിക നഗരവൽക്കരണത്തിന് ഏറ്റവും അനുയോജ്യരായ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് അത് നടപ്പിലാക്കാൻ BJP മേയർ തന്നെ തിരുവനന്തപുരം നഗരത്തിന് വേണമെന്നും K സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പെട്ടെന്നുള്ള തിരുവനന്തപുരത്തെ രംഗപ്രവേശനം അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ CPMനെ സഹായിക്കാനാണെന്നും സ്വന്തം പിതാവ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും തോറ്റ വ്യക്തിയാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്നത് അപഹാസ്യമാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിനായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണെന്നും പിണറായി വിജയൻ സ്വർണ്ണമോഷ്ടാവാണെന്നും K സുരേന്ദ്രൻ പ്രസംഗത്തിൽ പറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ മുൻ DGP ശ്രീലേഖ IPS നയിക്കുന്ന അനന്തപുരി വികസന സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K സുരേന്ദ്രൻ. ശാസ്തമംഗലം മുതൽ നെട്ടയം വരെ നടക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും തിരുവനന്തപുരം സന്ദർശിക്കാനും കേരളത്തിന്റെ സ്വന്തം ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാനും ന്യൂയോർക്ക് മേയറെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ക്ഷണിച്ചിരിക്കുകയാണ്. അസാധാരണ പോരാട്ട മികവിലൂടെയാണ് സോഷ്യലിസ്റ്റായ സോറൻ മംതാനി ന്യൂയോർക്കിന്റെ നായകനായത്. സ്വന്തം പാർട്ടിക്കാരനായ ആൻഡ്രൂ കുമുവിന്റെ റിബൽ മത്സരവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും അധിക്ഷേപവും ഉൾപ്പെടെ അതിജീവിച്ചാണ് മംതാനി ഈ മിന്നും ജയം സ്വന്തമാക്കിയത്. 2 മില്യണിലേറെ ആളുകൾ വോട്ട് ചെയ്ത് റെക്കോർഡിട്ട തിരഞ്ഞെടുപ്പിൽ മംതാനി വൻ ഭൂരിപക്ഷമാണ് സ്വന്തമാക്കിയത്. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നീക്കങ്ങളെ വെല്ലുവിളിച്ച മംതാനി ന്യൂയോർക്ക് കുടിയേറ്റക്കാരാൽ നിർമ്മിതമാണെന്നും
ഇനി മുതൽ ഒരു കുടിയേറ്റക്കാരൻ തന്നെ ന്യൂയോർക്കിനെ നയിക്കുമെന്നും പറഞ്ഞു. ജനം വോട്ട് ചെയ്ത് മാറ്റം ലക്ഷ്യമിട്ടാണെന്നും അത് യാഥാർത്ഥ്യമാക്കുമെന്നും മംതാനി വ്യക്തമാക്കി. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിന് പുറമെ ന്യൂ ജേഴ്സി, വെർജീനിയ ഗവർണർ തിരഞ്ഞെടുപ്പുകളിലും ഡെമോക്രാറ്റുകളുടെ വൻ ജയം ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയായി. ഡെമോക്രാറ്റുകളെ വിജയിപ്പിച്ചാൽ ഫണ്ടുകളടക്കം പരിമിതപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകൾ തള്ളിയാണ് ജനവിധി. വെർജീനിയയിൽ നിലവിൽ ലഫ്റ്റനന്റ് ഗവർണറായ വിൻസം എൽസിയറസിനെ പരാജയപ്പെടുത്തിയാണ് അബിഗെയിൽ സ്പാൻബർഗറുടെ ജയം. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മൈക്കി ഷെറിൽ ന്യൂ ജേഴ്സി ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തായാലും ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയെ തിരുവനന്തപുരത്തേക്ക് ആര്യ രാജേന്ദ്രൻ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ജനകീയ ആസൂത്രണ മാതൃക നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് എത്തുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്നാൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയമാണ്. പോരാട്ടങ്ങൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ ആയിരിക്കുന്നത്. ആർക്കാണ് ജയം എന്ന ചോദ്യമൊക്കെ ഉയരുകയാണ്. മാത്രമല്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ആര് ജയിക്കും, ആര് നേടും, ആര് വാഴും, ആര് വീഴും എന്നതൊക്കെ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.